ഹലോ മറ്റൊരു മനോഹരമായ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്ന വിഷയം വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ഒരു എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്നാണ്. എന്താണ് എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് എന്ന് അറിയാമോ? നമ്മൾ പെൻഡ്രൈവ് ഒക്കെ കുത്തുന്ന പോലെ നമുക്ക് പുറത്തുനിന്ന് കമ്പ്യൂട്ടറിലേക്ക് അല്ലെങ്കിൽ ലാപ്ടോപ്പിലേക്ക് കണക്ട് ചെയ്യാവുന്ന ഹാർഡ് ഡിസ്കിനെയാണ് നമ്മൾ എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്നത്. അത് പുതിയത് വാങ്ങാൻ നമുക്ക് നല്ല ചിലവ് വരുന്നുണ്ട്. ഏകദേശം 3000 രൂപ 4000 രൂപ വില വരുന്നുണ്ട്. അപ്പോൾ നമുക്കതൊരു 600 രൂപ ചിലവിൽ എങ്ങനെ ഒരു എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് ഉണ്ടാക്കിയെടുക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം വരും, പെൻഡ്രൈവ് ഉപയോഗിച്ചാൽ പോലെ വളരെ ചെറുതല്ല, എന്തിനാണ് ഇത്രയും വലിയൊരു കേസിൽ ഒരു സാധനം ഉപയോഗിക്കുന്നതിന്? കാരണം ഇതാണ്, 256 GB ആണ് നമുക്കിപ്പോൾ മാർക്കറ്റിൽ നോർമലി വാങ്ങാൻ അവൈലബിൾ ആയ ഒരു പെൻഡ്രൈവ്. അതിന് ഏകദേശം 10,000-3000 വില വരുന്നുണ്ട്. ഇത്രയും സ്പീഡ് നമുക്ക് കിട്ടില്ല. ഇതാകുമ്പോൾ നമ്മുടെ പഴയ ഹാർഡ് ഡിസ്ക് ഇതിനകത്ത് വെക്കുന്ന 320 GB ആണെങ്കിൽ അത്രയും കിട്ടും, 500 GB ആണെങ്കിൽ അത്രയും കിട്ടും, 1 GB ആണെങ്കിൽ അത്രയും സ്പേസ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഈ കേസ് വാങ്ങുമ്പോൾ 250 രൂപ മുതൽ കേസ് ഉണ്ടെങ്കിലും ഞാൻ ഈ പറയുന്ന 2-3 ക്വാളിറ്റി കേസിന് ഇത് മാത്രമേ വാങ്ങാവുള്ളൂ. ഇല്ലെങ്കിൽ അതിനകത്ത് ഇടുന്ന ഹാർഡ് ഡിസ്ക് വേഗം കംപ്ലൈന്റ് ആവും. ഇന്ന് ഞാൻ കൂടെ കാണിക്കുന്നത് സ്റ്റോൺ എന്നൊരു ബ്രാൻഡിന്റെ കേസാണ്. അതെങ്ങനെയാണ് നമ്മൾ പഴയ ഹാർഡ് ഡിസ്ക് ഒരു എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് ആക്കി എടുക്കുക എന്നുള്ളതാണ്. സ്റ്റോൺ, ഓറിയന്റൽ, അങ്ങനെ 2-3 ബ്രാൻഡുകൾ മാത്രമേ ഇതിൽ കൊള്ളാവുള്ളൂ. ഓറിയന്റലൊക്കെ 1000-ന് മുകളിൽ വിലയുണ്ട്. അപ്പം ആവറേജ് നല്ല ക്വാളിറ്റി, കൊടുത്താൽ ഇതുവരെ കംപ്ലൈന്റ് വരാത്തൊരു ബ്രാൻഡാണിത്. നിങ്ങൾക്ക് സ്റ്റോൺ എന്ന ബ്രാൻഡ് കടകളിൽ നിന്ന് വാങ്ങാം. അവൈലബിൾ അല്ലെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാൻ ഞങ്ങൾ ഇവിടുന്ന് കൊറിയർ അയക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഹാർഡ് ഡിസ്ക് മാറ്റിയെടുക്കുന്നത് നമ്മുടെ വീഡിയോയിലേക്ക് പോയി മനസ്സിലാക്കാം. അപ്പോൾ എൻ്റെ പേര് ബിലഹരി ശിവദാസ്, ഹൈബർടെക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ഒരു 320 GB ഹാർഡ് ഡിസ്ക് വെച്ചിട്ടാണ് എക്സ്റ്റേണൽ കേസ് നിർമ്മിക്കാൻ പോകുന്നത്. നമ്മൾ അതിനായിട്ട് ഇവിടെ ഉപയോഗിക്കുന്നത് സ്റ്റോൺ എന്ന കമ്പനിയുടെ എക്സ്റ്റേണൽ കേസാണ്. ഇത് നല്ല ക്വാളിറ്റിയാണ്, കൊടുത്തതിലൊന്നും കംപ്ലൈൻ്റ് ഇല്ല. അവിടെ ക്വാളിറ്റി ഗ്യാരണ്ടി എന്നൊക്കെ ഒരു പറയുന്നുണ്ട്. എൻ്റെ ലൈഫ് എക്സ്പീരിയൻസിലും അങ്ങനെ തന്നെയാണ്, നല്ല ക്വാളിറ്റിയാണ്. ഇത് 6 TB ഹാർഡ് ഡിസ്ക് വരെ സപ്പോർട്ട് ചെയ്യുന്ന കേസാണ്. 6 TB വരെ ടെസ്റ്റിൽ ഇവർ പാസ്സായിട്ടുണ്ട്. 6 TB ഹാർഡ് ഡിസ്ക് വരെ പാസ്സായിട്ടുണ്ട്. നല്ല ഒരു കേസ് തന്നെയാണ്. 2.5 എന്ന് പറഞ്ഞാൽ നമ്മുടെ ലാപ്ടോപ്പിനകത്ത് വരുന്നതിന് 2.5 എന്നാണ്. ഈ ഒരു സൈസിന് നമ്മൾ 2.5 എന്നാണ്. USB 2.0ക്ക് വില കുറവാണ്. നമ്മൾ USB 3.0 ആണ് വെർഷൻ. അതുകൊണ്ട് സ്പീഡ് നന്നായിട്ട് കൂടുതലായിരിക്കും. ഇത് പിന്നെ നമ്മുടെ PC-യിൽ, നെറ്റ്ബുക്കിൽ, അത് ലാപ്ടോപ്പിൽ, മാക്കിൽ, ഇതിലൊക്കെ ഈ സാധനം വർക്കാവുമെന്ന് എഴുതിയിട്ടുണ്ട്. ഇതിങ്ങനെയാണ് നമ്മൾ ഈ എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് സിസ്റ്റമായിട്ട് കണക്ട് ചെയ്യേണ്ടി വരുന്നത്. ഇതിന് വില വരുന്ന 600 രൂപയാണ്. ഇത് ഞങ്ങളുടെ ഷോപ്പിലേക്ക് നേരിട്ട് വന്ന് വാങ്ങിയാൽ 550 രൂപയ്ക്ക് കിട്ടും. ഇല്ല, നിങ്ങൾക്ക് ഇത് കൊറിയർ അയക്കണമെങ്കിൽ കൊറിയർ ചാർജ് കൊണ്ട് ചേർത്തിട്ട് 590 രൂപയാവും. 40 രൂപ കൊറിയർ ചാർജ് വരുന്നുണ്ട്. അപ്പോൾ 590 രൂപയാവും കേരളത്തിനകത്താണെങ്കിൽ. ഇതിൻ്റെ കൂടെ നമുക്ക് വരുന്നത് ഒരു USB കേബിൾ വരുന്നുണ്ട്. പിന്നെ ഒരു 2 സ്ക്രൂ വരുന്നുണ്ട്. കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, വളരെ ചെറുതാണ് ഈ സ്ക്രൂ വരുന്നുണ്ട്. ചില ബോക്സിനകത്ത് കുഞ്ഞ് സ്ക്രൂ ഡ്രൈവറും കൂടെ കാണാറുണ്ട്. ഇതിൻ്റെ കൂടെ വരുന്ന കേസ് മെറ്റലാണ്. മെറ്റലിന് അലുമിനിയവും പ്ലാസ്റ്റിക്കും കൂടെ ചേർന്നതാണ്. പിന്നെ ഒരു ചെറിയ ലെതർ പൗച്ച് കിട്ടുന്നുണ്ട്. നമുക്കത് ക്യാരി ചെയ്യാൻ സുഖമായിട്ട് കൊണ്ടുപോകാൻ, വേറെ സ്ക്രാച്ച് ഒന്നും വരാതെ. പിന്നെ നമ്മൾ പുറകിലാണ് ഇതിൻ്റെ, ഇങ്ങനെ വലിച്ച് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഊരിയെടുക്കാം. ഇതാണ് അതിൻ്റെ കൺവെർട്ടർ എന്നാണ് ഇത് പറയുള്ളത്. അതാണ് USB-ൽ നിന്ന് സാറ്റലൈറ്റിലേക്ക് ഒരു കൺവെർട്ട് ചെയ്യുന്നൊരു കൺവെർട്ടറാണിത്. അപ്പോൾ ഇതിലേക്കാണ് നമ്മുടെ ഹാർഡ് ഡിസ്ക് കണക്ട് ചെയ്യാനുള്ളത്. നമുക്കിന്നത് ഹാർഡ് ഡിസ്ക് കണക്ട് ചെയ്യാം. അതിനായിട്ട് നമുക്ക് ചെറിയൊരു സ്ക്രൂ ഡ്രൈവർ ആവശ്യമാണ്. നമുക്ക് ഇതിൻ്റെ കൂടെ 2 ചെറിയ കുഞ്ഞ് സ്ക്രൂ ഉണ്ട്. അതിനെ ആദ്യം നമുക്ക് പുറത്തെടുക്കാം. അത് എടുക്കുമ്പോൾ സൂക്ഷിക്കണം, വളരെ കുഞ്ഞാണ്, താഴെ ഒന്നും പോയി പിന്നെ തിരിച്ച് കിട്ടത്തില്ല. അപ്പം വളരെ കെയറായിട്ട് അതിനെ പുറത്തെടുത്ത് എവിടെയെങ്കിലും വെക്കുക. ഈ കേസ് വേണ്ടവർ വാട്സാപ്പിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇനിയാണ് നമ്മളതിൻ്റെ പ്രസക്തമായ ഭാഗത്തിലേക്ക് പോകുന്നത്, അതായത് ഹാർഡ് ഡിസ്കിലേക്ക് ഈ കണക്ടർ കണക്ട് ചെയ്യാന്നുള്ളത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, അതിൽ 2 കണക്ഷനാണ് വരുന്നത്. ഒന്ന് ഡേറ്റ കണക്ഷനും ഒന്ന് പവർ കണക്ഷനും. ആ വലിയ കേബിളാണ് എന്താണ് പവറും, ആ ചെറിയ കണക്ഷൻ ഡേറ്റയാണ്. അപ്പോൾ അത് നോക്കി വേണം നിങ്ങൾ കണക്ട് ചെയ്യാൻ. നിങ്ങളുടെ കണക്ടർ ഒരു വലിയ കണക്ഷനും ഒരു ചെറിയ കണക്ഷനും ഉണ്ടാവും. അത് കൃത്യമായിട്ട് നോക്കി കണക്ട് ചെയ്യണം. ഇതിങ്ങനെ 2 സൈഡിൽ നിന്ന് പതുക്കെ അതിലേക്ക് കയറ്റി വെക്കണം. അല്ലാതെ കയറ്റി ഓടി, അപ്പം അഡ്ജസ്റ്റ് ചെയ്ത് അതിലേക്ക് കയറ്റി വെച്ചു. അത് ഓക്കെ ആയി. ഞാനിപ്പോൾ ഇത് റോങ് ആയിട്ടിട്ട് കാണിക്കാം. ഉണ്ടോ, ഇങ്ങനെ ഇട്ടരുത് ഒരിക്കലും. ഇങ്ങനെ വെച്ചാൽ ഹാർഡ് ഡിസ്കിൻ്റെ മുകളിലത്തെ റൈറ്റിങ്ങും ഇതിൻ്റെ റൈറ്റിങ്ങും സ്ട്രെയിറ്റ് ആയിട്ടിരിക്കണം. എന്താണെന്ന് വെച്ചാൽ ഹാർഡ് ഡിസ്ക് എവിടെയെങ്കിലും വെക്കുമ്പോൾ പ്രോപ്പർ പൊസിഷനായിട്ട് ഇരിക്കാനായിട്ടാണ്. പുറത്ത് നമ്മൾ വെക്കുമ്പോൾ ഹാർഡ് ഡിസ്ക് കറക്റ്റ് മുകളിലേക്ക് ഇരിക്കാനാണ് ഇങ്ങനെ ആ 2 റൈറ്റിങ്, അതായത് മുകളിലുള്ള എഴുത്ത് കറക്റ്റ് നോക്കിയിട്ട് ചെയ്യണം. ഇനി ഒന്ന് കുലുക്കിയൊക്കെ നോക്കണം, എന്തെങ്കിലും ഷെയ്ക്ക് ഉണ്ടോന്നോ. ഷെയ്ക്കൊന്നും ഇല്ല. അപ്പോൾ നമുക്ക് 2 സ്ഥലത്തേക്ക് ഇതിന് സ്ക്രൂ ഇടാം. സ്ക്രൂ ഇടുമ്പം ഒരുപാട് അങ്ങ് ടൈറ്റ് ചെയ്യരുത്, കാരണം ഒത്തിരി ടൈറ്റ് ചെയ്ത് പൊട്ടിപ്പോൾ ഒരു മീഡിയത്തിൽ, കമ്പ്യൂട്ടറിൻ്റെ എല്ലാ സാധനങ്ങളും നമ്മൾ മീഡിയത്തിലേ ടൈറ്റ് ചെയ്യാവുള്ളൂ.
അപ്പോൾ നമ്മൾ രണ്ട് സ്ഥലത്തും സ്ക്രൂ ഇട്ടു. ഇനി കേബിൾ, ഈ കേബിളിന് വളരെ നീളം കുറവാണ്. എന്താണെന്ന് വെച്ചാൽ നീളം കൂടുന്തോറും ഡാറ്റ ട്രാൻസ്ഫറിങ് ലോസ് കൂടാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടില്ല. അതുകൊണ്ട് നീളം കുറവാണ്. പിന്നെ ഈ കേബിളിനെ നിങ്ങൾ അകത്ത് ശ്രദ്ധിച്ചോ, ഇതിൻ്റെ അകം ബ്ലൂ കളറാണ്. എന്താണെന്ന് വെച്ചാൽ ഇത് USB 3.0 ആണ്, സ്പീഡ് കൂടുതലാണ്. സാധാരണ ബ്ലാക്ക് അല്ലേ കാണുന്നത്, ബ്ലൂ എന്ന് പറഞ്ഞാൽ 3.0 ആണ്, സ്പീഡ് കൂടുതലാണ്. ഇപ്പം നമ്മുടെ എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഞാൻ. അപ്പോൾ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ നിങ്ങൾ ഓണാക്കി വെച്ചാൽ നമുക്ക് അടിപൊളി വീഡിയോസ് ഇനി കിട്ടിക്കൊണ്ടിരിക്കും. ഇനി ബാക്കി കാര്യത്തിലേക്ക് പോവാം. ഈ ഹാർഡ് ഡിസ്ക് നമ്മുടെ സാധാരണ സിസ്റ്റത്തിലോ അല്ലെങ്കിൽ ലാപ്ടോപ്പിലോ എവിടെയാണെന്ന് വെച്ചാൽ ഒരു പെൻ ഡ്രൈവ് കണക്ട് ചെയ്യുന്ന പോലെ ജസ്റ്റ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനായിട്ട് വർക്കാവും. നമ്മുടെ പെൻ ഡ്രൈവ് ഒക്കെ ഓപ്പണായി വരുന്ന പോലെ തന്നെ കമ്പ്യൂട്ടറിനകത്ത് ഇത് ഓപ്പണായി വരും. ചിലപ്പോൾ 2-3 ഡ്രൈവായിട്ട് ഓപ്പണായി വരും. എത്ര അത് പാർട്ടീഷൻ ചെയ്തപ്പം അങ്ങനെ തന്നെ ഓപ്പണായി. ഇപ്പം ഒരു കേസൊക്കെ എൻ്റെ കൂടെ ഉണ്ട്. ഇപ്പോൾ ഇതെല്ലാം നമുക്ക് എല്ലാം തിരിച്ച് കവറിലേക്ക് ഇട്ട് വെക്കാം. അപ്പോൾ ഇത് നാളെ എനിക്ക് കസ്റ്റമറിന് തിരിച്ച് കൊടുക്കാനുള്ളതാണ്. കസ്റ്റമറിനാണ് പുള്ളിക്ക് ഇങ്ങനെ ആക്കി കൊടുക്കാൻ വേണ്ടി ഞാൻ കൊണ്ടുവന്നപ്പോൾ ഒരു വീഡിയോ എടുത്താണ്. അപ്പം കസ്റ്റമർ ഹാപ്പി, ഞാനും ഹാപ്പി, നിങ്ങളും ഹാപ്പിയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഹൈബർടെക് ബൈ ബിലഹരി ശിവദാസ്.